ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നാട്ടിൻപുറത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കുറച്ചൊക്കെ അറിയാം. നമുക്ക് കുറച്ച് പേർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസിൻ്റെ ഒക്കെ അത് നമുക്ക് കാണാനും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്കും കൂടെ ഒന്ന് അയയ്ക്കുക. ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. എങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കയറി പോവുകയും ചെയ്യും, നമുക്കതൊരു സഹായമാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ രാവിലെ എണീറ്റ് വന്നു. ഒരു 6:30 ആകുമ്പോൾ എണീറ്റിട്ട് ഇന്നിപ്പോൾ ചോറിനുള്ള തീ കത്തിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ നേരത്തെ ചോറ് വെക്കണം. എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസമാണ്. ഇന്ന് ക്ലാസ്സിന് പോകണം. കുറേ ദിവസങ്ങൾക്ക് ശേഷം അല്ല കുറേ ആഴ്ചകൾക്ക് ശേഷം ഇന്നിപ്പോൾ ക്ലാസ്സിന് പോകാൻ കേട്ടോ. മെയിലിൽ മൊത്തത്തിൽ ക്ലാസ്സിനേ പോയിട്ടില്ല. കാരണം നമുക്ക് എല്ലാ ഞായറാഴ്ചയും ഓരോരോ കാര്യങ്ങളുണ്ടാവും, കല്യാണം കാതുകുത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമുക്കതൊന്നും വിട്ടിട്ട് നമുക്കിത് ക്ലാസ്സിൽ പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇന്ന് പോണ്. ഇന്നിപ്പോൾ എന്തായാലും വേഗം ചോറുണ്ടാക്കി വീട്ടിലെ പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് 10 മണിയാകുമ്പോഴേക്കും പോകണം. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് ആയിരുന്നു ആൾ, കുറച്ച് ദിവസം ജോലി. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ എന്താ ജോലി എന്ന് പറഞ്ഞിട്ട്. ആൾക്ക് വേറെ ജോലിയൊന്നുമല്ല, നമ്മൾ സാധാരണ ഇവിടെ ഹിറ്റാച്ച് ഓപ്പറേറ്ററാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ദിവസം ഏട്ടൻ്റെ കൂട്ടുകാരന് ലീവിന് വരുന്നത് ഗ്യാപ്പിൽ ഏട്ടൻ പോകും കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും ആൾ പോയി, ഇന്നലെ എത്തിയിട്ടുണ്ട്, രാത്രി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും ഉണ്ട്. ഇന്നിപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ക്ലാസ്സിനൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ ചോദിച്ചതാണ് കേട്ടോ. കാരണം കുറേ ആയില്ലേ ക്ലാസ്സിന് പോയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എണീറ്റപാടെ വേഗം അടുക്കളയിൽ വന്ന് ചോറിന് തീ പൂട്ടി ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അസലായിട്ട് തീയൊക്കെ കത്തി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, ഒരു തണുത്ത ഒരു അന്തരീക്ഷമാണ്. ആ ഒരു ടൈമിൽ ഇങ്ങനെ അടുപ്പിൻ്റെ ചുവട്ടിലിരിക്കാൻ നല്ല രസമാണല്ലേ, തീയൊക്കെ പിടിപ്പിച്ചിട്ട്. അപ്പം ഞാനങ്ങനെ തീ പിടിപ്പിച്ച് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഇരുന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ വേഗം പണികളൊക്കെ തുടങ്ങി. അപ്പം ഞാനത് അരിയൊക്കെ കഴുകി വെള്ളം ചൂടായപ്പോൾ അരിയൊക്കെ കൊണ്ടുവിടുകയാണ്. പിന്നെ ഏട്ടൻ ഇവിടെ തേങ്ങയൊക്കെ പൊതിച്ച് തരുന്നുണ്ട് കേട്ടോ, കറി വയ്ക്കാനുള്ളത്. അപ്പോൾ തേങ്ങ പൊതിച്ച് ഇനിയിപ്പോൾ കൂട്ടാനുണ്ടാക്കണം, രാവിലെ കഴിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറൊന്നും രാവിലെ കഴിക്കില്ല കേട്ടോ. എപ്പോഴും എന്തെങ്കിലും കഴിക്കാൻ രാവിലെ എന്തെങ്കിലും വേണം. പിന്നെ വൈകുന്നേരത്താണെങ്കിൽ ചോറ് കഴിക്കും, അത് കുഴപ്പമില്ല. രാവിലെ നിർബന്ധമായിട്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം ആൾക്ക്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഏട്ടൻ കടയിൽ പോയി പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. സൊസൈറ്റിയിൽ പോയി പാലൊക്കെ വാങ്ങിച്ച് വരുന്ന കൂട്ടത്തിൽ അരിപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ചായ ഇടാൻ നിൽക്കുകയാണ്. രാവിലെ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ ഇട്ടിട്ട് കുടിക്കട്ടെ. നല്ല തണുപ്പൊക്കെ അല്ലേ, പെട്ടെന്ന് തന്നെ ചായ കുടിക്കാനായിട്ടൊരു കൊതി. കുറേ ദിവസമായി നമ്മൾ ഇവിടെ അങ്ങനെ ഏട്ടനില്ലാത്തതുകൊണ്ട് അങ്ങനെ പാലൊന്നും മേടിക്കില്ല കേട്ടോ. ഞാൻ പിന്നെ കട്ടൻ ചായയാണ് കൂടുതൽ എനിക്കിഷ്ടം. അപ്പോൾ പാലൊക്കെ കൊണ്ടുവന്നപ്പോൾ വേഗം ചായയൊക്കെ ഇടാനായിട്ട് വെച്ചു. പിന്നെ കഴിക്കാൻ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അജ്മിയുടെ പുട്ടുപൊടിയൊക്കെ വാങ്ങിയിട്ട് വന്നത്. പുട്ടുപൊടിയല്ല, നല്ല നൈസ് പൊടി, പത്തിരിയുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാനതിനെ നൂൽപ്പെട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇടിയപ്പം, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും ഇടിയപ്പം തന്നെയാണ് അല്ലേ രാവിലെ കഴിക്കാൻ ഉണ്ടാക്കിയത്, ഞാൻ വീട്ടിൽ പോയ ആ ഒരു വീഡിയോയിൽ. അത് പിന്നെ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് കളറ് കുറച്ച് കുറവാണ്. നമ്മൾ കുത്തരി ഉണ്ടല്ലോ, അതുകൊണ്ട് പൊടിപ്പിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ഒരു കളറ് കുറവാണ്. ഇതിപ്പോൾ നമ്മൾ പാക്കറ്റ് പൊടി ആയതുകൊണ്ട് കളറും നല്ലൊരു മയവും ഒക്കെ ഉണ്ടാവില്ലേ പൊടിക്ക്. അപ്പോൾ ഞാനിതാ ഒരു 1/2 കിലോൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊന്നും വേണ്ട കേട്ടോ, എനിക്ക് കുറച്ച് ബാക്കി വെക്കാൻ ഉണ്ടാവും. പക്ഷെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാം കൊട്ടി ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോൾ ഇടയ്ക്ക് കുട്ടികൾക്ക് വെറിയൊക്കെ എടുക്കുകയാണെങ്കിൽ 2 എണ്ണം കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 2-2.5 ഗ്ലാസ് പൊടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മതിയാവും. ഇന്നിപ്പോൾ 1/2 കിലോൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചൂടുവെള്ളത്തിൽ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി അത് ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കുറേശ്ശെ. വെള്ളം തിളയ്ക്കാറാകുമ്പോഴാണ് കേട്ടോ, നമ്മൾ ഈ വാങ്ങിച്ച പൊടിയിലൊക്കെ വെള്ളം തിളയ്ക്കാറാകുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ട് ഒഴിക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന പൊടിയാണെങ്കിൽ വെള്ളം നന്നായിട്ട് തിളച്ചാലും കുഴപ്പമില്ല. ഇത് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ വെന്ത് പോവും നമ്മൾ മേടിക്കുന്ന പൊടികൾ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണ് പൊടിപ്പിക്കണമെന്ന് വെച്ചാൽ
അത് അങ്ങനെ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് വെള്ളം തിളച്ചതിന് ശേഷം ഒഴിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാനിങ്ങനെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോയിൽ ഇട്ടപ്പോൾ ആരോ ഒരാളിങ്ങനെ കമൻറ്റ്, എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ, എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, തേങ്ങ എന്തോ ഇടില്ലെന്ന് അങ്ങനെ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ, തേങ്ങ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മളൊരു എന്താ പറയുക, കുറച്ച് സേവനാഴിയിലിട്ട് പീച്ചതിന് ശേഷം ഇടയിൽ തേങ്ങ വെച്ച് പിന്നെ വീണ്ടും നൂൽപുട്ട് വെച്ച് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഇടിയപ്പത്തിന്. പിന്നെ ഈ നാളികേര പാലൊക്കെ കൂട്ടിയിട്ട് ഇടിയപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലേ. ഇപ്പോൾ നാളികേരത്തിൻ്റെ വിലയും നാളികേരം കിട്ടാനില്ലാത്തത് കൊണ്ടൊക്കെ നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ തേങ്ങയൊന്നും ഇടില്ല, സാധാരണ ഉണ്ടാക്കുകയാണ് കേട്ടോ, തേങ്ങയൊന്നും ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതെന്താ തേങ്ങ ചേർക്കാത്തതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് തോന്നുന്നു കേട്ടോ ചോദിച്ചത്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ അപ്പോൾ എന്തായാലും മാവൊക്കെ റെഡിയാക്കി നല്ല ചൂട് ഇടിയപ്പം പീച്ചിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും, നല്ല മണമായിരിക്കും. പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് ഇടിയപ്പം വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. വീട്ടിലെ സാധനങ്ങളൊക്കെ പറ്റും തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ വരെ തീർന്നു വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഏട്ടൻ വന്നല്ലോ, ഇനിയിപ്പോൾ കടയിൽ പോയി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കണം. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഗോതമ്പ് ദോശയും നമ്മൾ ഉള്ളിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിൻ്റെ കുറച്ച് ഉള്ളിക്കറി ബാലൻസ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ മുട്ടക്കറി ഒന്ന് വെക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ശരി ആ ഉള്ളിക്കറിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തേങ്ങ അരച്ചിട്ട് അങ്ങനെ ഒരു മുട്ടക്കറി ആക്കാമെന്നും വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. നേരത്തിന് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ വീട്ടമ്മമാരത് ഒരു കറിയാക്കി എടുക്കുമല്ലേ, തട്ടിക്കൂട്ടിയിട്ടാണെങ്കിൽ ഒരു കറിയാക്കി എടുക്കും. അപ്പം ഞാൻ തേങ്ങ കുറച്ച് പെരുംജീരകം ഇട്ട് പൊട്ടിച്ച് അത് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ അരപ്പ് ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഞാൻ എണ്ണക്കുപ്പിയിൽ നിന്ന് ഇങ്ങനെ തുള്ളി പോലെ ഇങ്ങനെ ഒറ്റിച്ചൊറ്റിച്ചെടുക്കുകയാണ് ചെറുതായിട്ട് ഉള്ളതൊക്കെ. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് കടുകും പൊട്ടിച്ച് ഇത്തിരി കറിവേപ്പിലയും ഇച്ചിരി മുളക് പൊടിയൊക്കെ ഒന്ന് മൂപ്പിക്കുക. എന്നിട്ട് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിക്കറി, എല്ലാം നമ്മൾ മുട്ടക്കറിക്ക് ഉണ്ടാക്കണ പോലെ ഉള്ളിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടാൽ മതി. ഉള്ളി ഇനി ഇടേണ്ട ആവശ്യമില്ല, തക്കാളി ഉള്ളി ഒന്നും ചേർക്കണ്ട. അത് മാത്രം ഇട്ട് വഴറ്റിയിട്ട് നമുക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ച് മുട്ടയിട്ടെടുത്താൽ നമ്മുടെ മുട്ടക്കറി റെഡിയായ അടിപൊളി മുട്ടക്കറി നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വീട്ടമ്മമാർ വീട്ടിലുള്ളവർക്ക് നമ്മുടെ ആ ഒരു അടുക്കളയിൽ എന്താണോ സാഹചര്യം അതിനനുസരിച്ച് മാറുക അല്ലേ നമ്മൾ. അപ്പോൾ അതുപോലെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ സാഹചര്യം എങ്ങനെയാണോ അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റണം. നമ്മൾ എപ്പോഴും എല്ലാം ഉണ്ടെങ്കിലേ കറി ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാം കഴിഞ്ഞാലേ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. കാരണം ഉള്ളത് കൊണ്ട് എങ്ങനെയാണോ എത്ര നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് അത്യാവശ്യം സൗകര്യം ഇതെല്ലാം ഉണ്ട്. നമ്മൾ നാളെ എവിടെയാണ് പോയി ജീവിക്കുക എന്നൊന്നും അറിയില്ല, ഏത് ഇതിൽ പെടും എന്നൊന്നും അറിയില്ല. നമ്മൾ എവിടെ കൊണ്ടിട്ടാലും നമ്മളവിടെ സർവൈവ് ചെയ്യാൻ ഉള്ളൊരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാവണം, അത് ഉണ്ടാക്കിയെടുക്കുക. അതിപ്പോൾ പിള്ളേർക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ ഒരു നമ്മൾ വളർന്നു വന്ന സാഹചര്യവും കഷ്ടപ്പാടുകളൊക്കെ അവരെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോഴല്ലേ അവർക്കും ഒരു അമ്മ അച്ഛൻ നല്ല കഷ്ടത്തിൽ വന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ എന്തൊക്കെ ചോദിച്ചാലും അപ്പം തന്നെ വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് ഒരു പരിധി വരെ അച്ഛനും അമ്മയും തന്നെയാണ് അവരുടെ ഒരു വഷളാക്കുന്നത് അവൻ്റെ ലൈഫ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതാക്കുക. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എവിടെ കൊണ്ടിട്ടാലും നമ്മൾ അവിടെ സർവൈവ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം നമ്മുടെ മനസ്സിരിക്കാൻ. അങ്ങനെ ഒരു ഇതിൽ വേണം നമ്മൾ ജീവിത സാഹചര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെ പറയേണ്ട ആവശ്യം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു മുട്ടക്കറിയിൽ തുടങ്ങി ഞാൻ എവിടേക്കോ എത്തിയില്ലേ. അപ്പോൾ എന്തായാലും കഥകൾ പറഞ്ഞാലും നമ്മുടെ അടിപൊളി മുട്ടക്കറിയും ഇടിയപ്പമൊക്കെ റെഡി ആയിട്ടാണ്. പിന്നെ പിള്ളേർക്ക് ഏട്ടനൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ നല്ല അടിപൊളിയായിട്ട് പ്ലേറ്റിൽ വെച്ച് വാഴയിലയൊക്കെ വെച്ച് നല്ല സൂപ്പറാക്കി എടുത്തു എന്നേ ഉള്ളൂ. സാധാരണ നമ്മളിങ്ങനെയൊന്നും ചെയ്യാറില്ല. പ്ലേറ്റിലെടുക്കുന്നു, കിണ്ണത്തിലിട്ട് കഴിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ.
അങ്ങനെ കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു കേട്ടോ. 8 മണിയാകുമ്പോഴത്തേക്കും എല്ലാം റെഡിയായി. അപ്പോൾ ഏട്ടനും പിള്ളേർക്കും കൊടുത്തു. പിന്നെ ഞാൻ വേഗം തന്നെ ഉച്ചത്തേക്ക് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും മുതിര ഉണ്ടല്ലോ, കൊള്ളു, നമ്മുടെ നാട്ടിൽ കൊള്ളു എന്നാണ് കേട്ടോ പറയുക, പാലക്കാട്. അപ്പോൾ അത് വറുത്തിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലോണം പോലെ കല്ലുണ്ട് ഇതിൽ. കല്ല് അരിക്കാണ്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ കല്ല് തന്നെ കിട്ടുള്ളൂ. ഇത് പിന്നെ വെള്ളപ്പയർ, കൊള്ള്, ചെറുപയർ, അങ്ങനെയുള്ള ഇതൊക്കെ ചിലപ്പോൾ നല്ലപോലെ കല്ലുണ്ട്. ഇത്തവണ വാങ്ങിച്ച കൊള്ളിൽ നല്ലപോലെ കല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മണ്ണിൻ്റെ പാത്രമോ അല്ലെങ്കിൽ അലുമിനിയം പാത്രത്തിലാണ് അരിക്കാൻ നല്ലത് കേട്ടോ. കല്ല് തടഞ്ഞ് കിട്ടുള്ളൂ. അല്ലാതെ സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ കല്ലൊന്നും കിട്ടില്ല കേട്ടോ. എനിക്കങ്ങനെ കിട്ടില്ല. എനിക്കിതുപോലെ മണ്ണിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ അലുമിനിയം വട്ടയുണ്ടല്ലോ, അതിലൊക്കെ വെച്ചിട്ട് ചെയ്താൽ മാത്രമേ കല്ലൊക്കെ ഒന്ന് വേർതിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കൊള്ളും മാങ്ങയും ഇട്ടിട്ട് വെക്കുകയാണ് കേട്ടോ. അത് കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വേഗം കൊള്ളൊക്കെ അരിച്ച് വേവിക്കാനായിട്ട് വെച്ച് അങ്ങനെ കുളിക്കാനായിട്ട് പോയി. പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഫുള്ളും പിന്നെ ശടപടയെന്ന് 8-8:30 കഴിഞ്ഞാൽ പിന്നെ ഫുൾ തിരക്കായിരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. 9 മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും. അപ്പോൾ വേഗം കുളി നനയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണെങ്കിൽ മഴയൊക്കെ നിൽക്കുകയാണ്, തൂങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോൾ പുറത്തിറങ്ങണോ അപ്പോൾ മഴ വരും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം കുളിക്കാനായിട്ട് പോയി. പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ പിന്നെ വേഗം ക്ലാസ്സിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും ചോദിക്കും ആരെങ്കിലും എന്ത് ക്ലാസ്സിനാണ് പോകണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ്സിന് പോകണമെന്നുള്ള വീഡിയോസൊക്കെ ഇട്ട് വെച്ച് പലരും ചോദിക്കാറുണ്ട് എന്ത് ക്ലാസ്സിനാണ് പോകണമെന്ന്. ഞാൻ തുല്യതാ കോഴ്സിന് പോവുകയാണ് കേട്ടോ. +2 എഴുതിയെടുക്കുകയാണ്. അപ്പോൾ അതിന് കുറേ കുട്ടികളുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, നമ്മുടെ ഫ്രണ്ട്സുകളാണ് കേട്ടോ. അനിയന്മാരും ഏട്ടന്മാരും ചേച്ചിമാരും പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട്. പഠിക്കാനൊരു പ്രായമൊന്നും ഇല്ലല്ലോ, മടിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കുകയുള്ളൂ. എന്തായാലും നമ്മളുടെ ആ ഒരു ലാസ്റ്റ് ടൈമാണ് കേട്ടോ. ഈ ഒരു മാസം തന്നെയുള്ളൂ ക്ലാസ്. എക്സാമൊക്കെ ആയി, ജൂലൈയിൽ എക്സാമാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ. ഇപ്പോൾ 2-3 ക്ലാസ്സേ ഉള്ളൂ. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളുടെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഏട്ടൻ്റെ കൂടെയാണ് ഞാൻ തിരിച്ച് വന്നത്. ഞാൻ അന്ന് വണ്ടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടൻ കൊണ്ടാക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ വൈകുന്നേരം പിന്നെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ബസ്സിന് പോകണം. എന്തായാലും ഏട്ടാ വഴിക്ക് പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടെ കയറ്റിയിട്ട് കൊണ്ടുപോകണം കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കാണ്ട് ഒന്ന് ലൈക്ക് അടിക്കണേ. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ.